ത്തൊക്കെ പ്രായമുള്ളവർക്കറിയാം, കാരണവന്മാരും ചുമതലപ്പെട്ടവരും പോയി കണ്ട് ആലോചിച്ച് ഉറപ്പിച്ച് വരിക. അതെ, ഇപ്പം അതൊന്നും പറഞ്ഞാൽ ഏക്കുകയല്ല. ഇപ്പം പിള്ളേർ തന്നെ എല്ലാം കണ്ട് ഉറപ്പിച്ച് എല്ലാം റെഡിയാക്കി അവരാണ് വരുന്നത്. പിന്നെ ചില പിള്ളേർ നല്ല പിള്ളേരാണ്, അവർ വന്ന് പറയും, പാപ്പ മാർച്ച് 12 കല്യാണം, നിങ്ങൾക്ക് വരാൻ ഡേറ്റ് വല്ലോ, അങ്ങനെ വല്ലതും ചോദിച്ചാൽ അത് വലിയ മഹാഭാഗ്യം, അന്നേരം പൊക്കോണം. അല്ലെ അതും കൂടാനൊക്കുകയല്ല, വല്ലാത്തൊരു കാലമാണ്. ഞങ്ങളുടെ കുന്നുപറമ്പിലെ കൊച്ചമ്മേനോട് പറഞ്ഞ് വർത്തമാനം പറഞ്ഞു കൊടുത്തി അമ്മച്ചി പറയും, എൻ്റെ പാസ്റ്ററെ, ഈ മനുഷ്യൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് പോലും ഞാൻ ഇങ്ങേരുടെ മുഖം കണ്ടിട്ടില്ല. അന്നൊന്നും നോക്കാനൊക്കത്തില്ല, കാരണം ഇരിക്കുമ്പോൾ പുള്ളിയുടെ മുഖത്തോട്ട് നോക്കിയിരുന്ന പഴയ കാലമാണ്. ഇപ്പം അതൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. അത് നിങ്ങൾ പറയും, അയാളിപ്പോൾ 100 കൊല്ലം പുറകെ കിടക്കാൻ ദായിയാക്ക് വിവരമില്ലെന്നീ പറയുന്നെന്ന്. പക്ഷേ അന്ന് ഇത്രയും ഡൈവേഴ്സ് കേസും ഇല്ലായിരുന്നു. ഇന്ന് മുഖം കണ്ടു, സ്തോത്രം, പോട്ടെ ഒന്നും പറയുന്നില്ല ഞാൻ. മുഴുവൻ പ്രശ്നമാണ്. ബോധിച്ച പോലെ അല്ല, സഭയ്ക്കകത്തും ബോധിച്ച പോലല്ലേ. സഭയ്ക്കകത്തും ഇപ്പം ബോധിച്ച പോലെ. തോന്നുമ്പോൾ മരിക്കാൻ, തോന്നുമ്പോൾ ഇറങ്ങിപ്പോകുക, ഇഷ്ടമുണ്ട് കൈയടിക്കുക, ഇല്ലേ കൈയടിക്കാതിരിക്കുക, സ്തോത്രം പറയാൻ താല്പര്യമുണ്ട്, ഇല്ലേ ഇല്ലാതിരിക്കുക, തിരുമേശ കൊണ്ടുവരുമ്പോൾ ഇഷ്ടമുണ്ട് എടുക്കുക, ബാക്കി വരുന്നത് പാസ്റ്ററും സെക്രട്ടറിയും കൂട്ടിരുന്ന്. മിക്കവാറും എനിക്കൊന്ന് ഷുഗർ കൂടാൻ കാര്യം ഇതാണെന്ന് തോന്നുന്നു. ഈ ബാക്കി വരുന്നതല്ല. കഴിഞ്ഞ ദിവസം എന്തോ ഒരാളെ കണ്ട് നിന്ന് കുടിക്കുക. കാരണം ഇത് ബാക്കി കളയാനൊക്കെ പോകും. എനിക്കൊന്ന് അങ്ങനെയൊക്കെ ആ ഷുഗർ പിന്നെ കൂടുന്നതാണോ എന്ന് എനിക്കൊരു ചിന്തയില്ലാതില്ല. അപ്പൊ ശ്രദ്ധിക്കണം, ബോധിച്ച പോലെ. പക്ഷെ ഇതിന്റെ നടുവിലൊരു കാര്യം പറയാം. ആ 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുന്നത്, ആമേൻ സ്തോത്രം, അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ആ കണ്ണുകിൽ ഒന്ന് വായിച്ചായിരുന്നു തോമസ് കുടിച്ച. ആദാം തന്റെ ഭാര്യയായിട്ട് പരിഗ്രഹിച്ചു. അടുത്ത വാക്യം, മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നുവെന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിന് ഒരു മകൻ ജനിച്ചു. അവന് ഏനോശ് എന്ന് പേരിട്ടു. അടുത്തത്, അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. എല്ലായിടത്തും ആരാധന തുടങ്ങി ആരാധന. എല്ലാവരും ആരാധിക്കുക, എല്ലായിടത്തും ആരാധിക്കുക. ഞാൻ എതിർക്കുന്നില്ല, എവിടെ ചെന്നാലും ആരാധന. ഏനോശിന്റെ കാലത്ത് ഭയങ്കര ആരാധന. പക്ഷെ ഒരു കാര്യം പറയാ, ആരാധന ഒരു ഭാഗത്ത് കൊടുമ്പുരിക്കണ്ട് നടക്കുമ്പോഴും ആരാധന കഴിഞ്ഞ് ഈ ആരാധിച്ചതിൽ മിക്ക ആൾക്കാരും ബോധിച്ച പോലെ നടക്കുക. അങ്ങനല്ലേ ഇന്നും? 3 മണിക്കൂർ ഭയങ്കര തകർപ്പാ. ഞാൻ എന്നെയും പ്രതിയാക്കിയാ പറയുന്നേ. 3 മണിക്കൂർ പണ്ടേരോ സഭയിൽ ഭയങ്കര ആരാധനയും ചാട്ടവും ഭയങ്കരമായപ്പം ചാടാതിരുന്നൊരു പുള്ളി വലിയ ആനക്ക്, പുള്ളിക്ക് എല്ലാവരെയും അറിയാം. പുള്ളി ഇങ്ങനെ മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ബാക്കി എല്ലാവരും ബഹളമാ, ഭയങ്കര ആരാധന. അപ്പോൾ പുള്ളി അവിടെ വന്ന് സ്വർഗത്തേക്ക് നോക്കി വെച്ച്, കർത്താവേ ഇപ്പം വരികയെന്നേ 3-4 എണ്ണത്തിനെ ഇവിടുന്ന് കൊണ്ടുപോകാം, 1.5 കഴിഞ്ഞാൽ 1 എണ്ണത്തിനെ കിട്ടുകയില്ലെന്ന് പറഞ്ഞു. അല്ല, അതിനകത്ത് സത്യവുമുണ്ട്. ഈ ആരാധിക്കുന്ന ആ സമയത്ത് നമ്മുടെ മനോഭാവവും നിപ്പും നോട്ടവും ഒക്കെ വളരെ വളരെ അഭിനന്ദനീയമാണ്. ആ സമയത്ത് നമുക്ക് എല്ലാവരും ഒന്ന് അതിന് വാക്ക് കിട്ടുന്നില്ല, അപ്രീഷിയേറ്റ് ചെയ്യാം. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. തെറ്റിയോ? എല്ലാവരും അഭിനന്ദിക്കാം, ശ്ലാഘിക്കാം. പക്ഷെ ഒരു കാര്യം പെന്തിക്കോസുകാരോടും പറയാം, നീ 3 മണിക്കൂർ ആരാധിച്ചേച്ച് 21 മണിക്കൂർ ബോധിച്ച പോലെ നടക്കരുത്. സ്റ്റേജിൽ നിൽക്കുമ്പോഴേ ഞാൻ എന്നെ പ്രതിയാക്കിയാ പറയുന്നേ. സ്റ്റേജിൽ നിൽക്കുമ്പോൾ 3 മണിക്കൂർ ജീസസ്, ഈ കാറിന്റെ വൈപ്പർ അടിക്കും പോലെ, മഴയത്ത് കാറ് പോകും പോലെ. നല്ല കാര്യം, ഞാൻ എന്നെയും പ്രതിയാക്കിയ. ഈ 3 മണിക്കൂറല്ല 4 മണിക്കൂർ ഉള്ള ബഹളമല്ല. ആ 4 മണിക്കൂർ കഴിഞ്ഞേ 21 മണിക്കൂറുമല്ല 20 മണിക്കൂറും നീ ആമേൻ സ്തോത്രം ഈ രീതിയിൽ നിൽക്കണം. നോഹയുടെ കാലത്തെ വിശേഷത, ആമേൻ ആരാധനയുടെ സമയത്ത് ഭയങ്കര അന്തരീക്ഷം. ഇപ്പൊ ഇത് ഒരു കീബോർഡേ ഉള്ളൂ, കുറച്ച് മര്യാദ കൊണ്ട് ചിലടത്ത് 2-3 വെച്ചു.
അത് കുഴപ്പമില്ല, കഴിവുള്ളവൻ ചെയ്യട്ടെ. ഇല്ല ഇപ്പൊ അടിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ, അതിനെ ചില്ലെന്ന് കേൾക്കുവിടെ, അതിനെന്നാ പറയുന്നത്, ഡ്രം സെറ്റ്. ഞാൻ എതിരല്ല, അതും വെച്ചോ. മൃദംഗവും ഹാർമോണിയവും തബല എല്ലാം ചെണ്ട വരെ കൊണ്ടുപോവാ, ഞാൻ എതിരല്ല. കാരണം സകല വാദ്യോപകരണങ്ങളും വേണമെന്നാ. എല്ലാം നല്ലതാ, എല്ലാം നല്ലതാ. പക്ഷേ ഈ 3 മണിക്കൂറത്തെ ആരാധനയിൽ മാത്രമല്ല, ഇത് കഴിഞ്ഞ് ബോധിച്ച പോലെ പോകരുത്. നോഹയുടെ കാലം അങ്ങനെ, ആരാധന തുടങ്ങി, ആരാധിക്കുന്ന സമയത്ത് എല്ലാരും നല്ല ഫൈനാ. പക്ഷെ ആരാധന കഴിഞ്ഞ് 6-ാമത്തെ